പവി കെയർടേക്കർ ഒരു റൊമാൻറ്റിക് കോമഡി റോംകോം പടം. സിനിമ കണ്ടത് കാട്ടാക്കട കാളിദാസ്. ഇന്ന് ഇലക്ഷൻ ദിവസമാണ്, റൂറൽ ഏരിയയാണ്. പക്ഷേ എന്നിട്ടും തിയേറ്ററിൽ അത്യാവശ്യം ഓഡിയൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഫാമിലി ഓഡിയൻസാണ്. അപ്പോൾ എത്ര സിനിമ ഫ്ലോപ്പായാലും എന്തൊക്കെ സംഭവിച്ചാലും ദിലീപിനെന്നും പറഞ്ഞിട്ട് ഒരു ഓഡിയൻസ് ഇവിടെ ഉണ്ട്, ഒരു ഫാമിലി ഓഡിയൻസ്. അവർ ദിലീപിൻ്റെ സിനിമ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പവി കെയർടേക്കർ തോന്നിയത്. ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ സീൻ കണ്ടിട്ട് ഇത് എന്തരടെ ഇത് കാണിച്ച് വെക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിലൊക്കെ ഭയങ്കര ചിരിയുമ്പോഴോ. അപ്പോൾ അത് വർക്കാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമ ഫാമിലി ഓഡിയൻസിന് നന്നായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. സിനിമ തുടങ്ങി ദിലീപേട്ടൻ ഒരു കല്യാണം കഴിക്കാത്ത ഒരു അമ്മാവൻ ഇതിലോട്ട് പോകുന്ന, സോഷ്യലി ഒന്നും അപ്ഡേറ്റ് ആവാത്ത ഒരു കഥാപാത്രം, അമ്മാവൻ ബിഹേവിയറൊക്കെ ഉള്ള ഒരു കഥാപാത്രം. രസകരമായിട്ട് ദിലീപേട്ടൻ ആപ്റ്റായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. അങ്ങനെ തുടങ്ങി. പിന്നെ അതാ നോക്കുമ്പോഴേക്കും പഴയ വിൻറ്റേജ് ദിലീപ് പിടിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുകയാണ് ഇദ്ദേഹം. പഴയ സിനിമകളിലൊക്കെ കണ്ടുമടുത്ത് അതേ സാധനങ്ങൾ എടുത്തിട്ട് പയറ്റാൻ നോക്കുക. അതിൻ്റെ ഇടയിൽ ഒരു മരപ്പട്ടി ഫൈറ്റ് വരുന്നുണ്ട്. മരപ്പട്ടി ഫൈറ്റ് നമ്മൾ ഈ ടോം ആൻഡ് ജെറി സാധനങ്ങൾ സ്ഥിരമായിട്ട് ഈ CID മൂസ്, അതുപോലെ പറക്കം തളി, ഇതിലേക്ക് കണ്ട സാധനങ്ങൾ എന്നെ വീണ്ടും എടുത്തിടുന്നത്. അതിലൊക്കെ നല്ല രസമായിട്ട് വന്നിട്ട് ഇതിൽ എനിക്കത് അത്ര ഒട്ടും വർക്കായില്ല. ഇത് എന്തുവാണ് ഇത് കാണിക്കുന്നത്? ഇതേ സാധനം പ്രിയദർശൻ സംവിധാനം ചെയ്ത അപ്പത്ത എന്നൊരു സിനിമയിൽ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പക്ഷേ അത് കുഴപ്പമില്ലായിരുന്നു. ഇത് വന്ന് നോക്കിയപ്പോൾ ബാക്കിലൊക്കെ ഭയങ്കര ചിരി. അപ്പം ഈ സാധനങ്ങളൊക്കെ ഇപ്പോഴും വർക്കാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എനിക്ക് തീരുമാനമായി ഇത് വീണ്ടും പഴയതുപോലെയൊക്കെ തന്നെ തീരുമാനമായി എന്നുള്ള വിചാരിച്ചിരിക്കുന്ന സമയത്ത് സിനിമ മെയിൻ പ്ലോട്ടിലേക്ക് കിടക്കുന്നത്. അവിടെ വെച്ചാണ് കൂടുതലായിട്ട് നമ്മുടെ ഈ പവിയുമായിട്ട് കണക്റ്റ് ആവുന്നത്. അതിനുശേഷം ഫസ്റ്റ് ഹാഫ് ഒരുപാട് നല്ല രസമുള്ള സീനുകളുണ്ടായിരുന്നു. നന്നായിട്ട് എൻഗേജ് ചെയ്ത് കാണാൻ പറ്റി. പക്ഷേ ഇടയ്ക്ക് കുറച്ച് ഊള സീനും ഇതൊക്കെ എന്തോ നടയതെന്ന് വിചാരിച്ച് നമ്മളിരിക്കുന്ന സമയത്ത് പിന്നീട് കുറേ കൂടെ നല്ല സീനുകൾ വരും. പിന്നെയും ഒരു ഊള സീൻ വരും, പിന്നെ കുറേ നല്ല സീൻ വരും. അങ്ങനെ ഈ ECGയുടെ ഗ്രാഫ് പോലെയാണ് ഈ സിനിമ എനിക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോഴും ഓക്കെ, നല്ലൊരു സിനിമ എന്നുള്ളൊരു ഫീൽ വന്ന്. സെക്കൻഡ് ഹാഫ് ഇതേപോലെ തന്നെ ഈ സാധനം തന്നെ പിടിച്ചു പോകണത്. കുറേ നല്ല സീനുകൾ, നല്ല രസമുള്ള കുറേ തമാശകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് കുറച്ച് സീനുകൾ വന്നിട്ട് ക്രിഞ്ചടിപ്പിക്കും. അങ്ങനെ പോയി അത് അവസാനം വരെ അങ്ങനെയാണ്. ക്ലൈമാക്സ് വരുന്നതിന് തൊട്ടും പോകുന്ന സീനുകളുടെ ഇതൊക്കെ എന്തോടെ ഈ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ നടക്കും, ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും, ഈ സാധനം വന്ന് നമ്മൾ പോയി എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് പിന്നെ വരുന്നത് നല്ല സീനായിരിക്കും. അങ്ങനെ ഈ സിനിമ കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ നോക്കുമ്പം എനിക്ക് തിയേറ്ററിൽ പോയി കണ്ടിട്ട് കുഴപ്പമില്ല. അത്യാവശ്യം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് സിനിമ. കുറച്ച് സീനുകൾ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് പവി കെയർടേക്കർ. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വെള്ളാരം കണ്ണുള്ള ആ ചുന്ദരക്കുട്ടപ്പൻ വിനീത് കുമാറാണ്. കരളെ നിൻ കൈപിടിച്ചാൽ ആ വിനീത് കുമാറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. വേറെ 1-2 സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒന്നും സാമ്പത്തികമായിട്ട് തിയേറ്ററിൽ വിജയിച്ചതല്ല. ഇത് സാമ്പത്തികമായിട്ട് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊക്കെ മുമ്പേ ഇറങ്ങിയ ദിലീപ് ചിത്രങ്ങളായിട്ടുള്ള ബാന്ദ്ര, തങ്കമണി, വോയിസ് ഓഫ് സത്യനാഥ്, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ മേളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പവി കെയർടേക്കർ തോന്നിയത്. സിനിമയിൽ ഒരുപാട് നല്ല പോസിറ്റീവ് സാധനങ്ങളുണ്ട്. ദിലീപ് ഞാൻ പറഞ്ഞില്ലേ, കുറേ സ്ഥലത്തൊക്കെ ഈ പഴയ ദിലീപ് പിടിക്കാൻ നോക്കി അത് ഫ്ലെക്സിബിളായിട്ട് വരുന്നില്ല. പക്ഷേ എന്നാൽ കുറേ ഇടത്തൊക്കെ നല്ല രസമായിട്ടുള്ള മാനറിസങ്ങളും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ പുള്ളിയുടെ ആ ചമ്മലും കാര്യങ്ങളൊക്കെ കുറേ ഇടത്തൊക്കെ നന്നായിട്ട് രസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ദിലീപുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവുന്നത് ഈ ഒരു സംഭവത്തിലല്ല. എനിക്ക് ദിലീപുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ എപ്പോഴും വരുന്നത് ദിലീപിൻ്റെ സെൻറ്റിമെൻ്റൽ ആ ഒരു സീനുകൾ വരുമ്പോഴാണ്. അതായത് ആ കഥാപാത്രം ഒറ്റപ്പെടുമ്പോൾ, മറ്റുള്ളവരുടെ കൂട്ടത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കപ്പെടുമ്പോൾ, ആരും ഇല്ല എന്നുള്ളത് തോന്നൽ വരുമ്പോൾ, ഒരു റിലേഷൻഷിപ്പിൽ ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് അത് തിരിച്ച് കിട്ടാതെ വരുമ്പോൾ, ആ സമയത്തൊക്കെ ദിലീപ് അത് പെർഫോം ചെയ്യുന്നത് അത് വേറെ ലെവലാണ്. അങ്ങനത്തെ കുറേ സൂപ്പർ സീനുകൾ ഈ സിനിമയിലുണ്ട്. അതൊക്കെ നന്നായിട്ട് അത് എനിക്ക് പേഴ്സണലി ആ സീനുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ കണ്ണ് നിറയും. അങ്ങനത്തെ സീനുകൾ ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ പട്ടി ഒരു ഇതായിട്ട് ഇട്ടിക്കുകയാണ്. വലിയ ഇതൊന്നുമില്ല, പട്ടി പടമൊന്നുമല്ല. അതായത് റിംഗ് മാസ്റ്റർ പോലെ അങ്ങനെ ഒരു സാധനമല്ല, പട്ടി ഉണ്ടെന്നുള്ളത്. പക്ഷേ പട്ടിയുടെ കുറച്ച് കണക്ഷൻ സീനുകളൊക്കെ അത് ഉള്ള സാധനങ്ങൾ അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രാധിക ശരത്കുമാറുമായിട്ടുള്ള കുറച്ച് മുഹൂർത്തങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ സിനിമയിലുള്ളവർ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ആരാണ് എന്താണെന്നുള്ളത് കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ വർക്കായിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പടത്തിൻ്റെ ടെക്നിക്കൽ സൈഡ്, അതായത് മ്യൂസിക്, മിഥുൻ മുകുന്ദൻ, നമ്മുടെ ഗരുഡഗമന, ഋഷഭവാഹന, റോഷാക്കിൻ്റെ ഒക്കെ ചെയ്തിരിക്കുന്നതാണ്. കിടിലെന്ന് 2-3 പാട്ടുകളുണ്ട് കേട്ടോ. ആദ്യം കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഇനി വീണ്ടും കേൾക്കാൻ തോന്നുന്ന കുറച്ച് പാട്ടുകളുണ്ട്. സിനിമയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്കോറിങ്
നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയുന്ന ഒരു പോസിറ്റീവ് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങും മേക്കപ്പും. കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സമീറ സനീഷാണ്. 2018 കമ്മാര സംഭവത്തിൻ്റെയൊക്കെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. അതായത് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂംസ് ഒരു നല്ല ഒരു ഭംഗി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓവറോൾ എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഡ്രസ്സിങ് നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ മേക്കപ്പ്, ഈ മറ്റേ ചപ്പറാച്ചി വിഗ് വെച്ചിട്ട് മുമ്പ് കാണിച്ച പോലത്തെ കോമാളിയാക്കിയിട്ടൊന്നുമില്ല. അത്യാവശ്യം ദിലീപിന് ചേരുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. റോണക് സേവിയർ, ബ്രഹ്മയുഗം, മലൈക്കോട്ടെ വാലിബൻ്റെയൊക്കെ മേക്കപ്പ് മാനാണ്. അതുപോലെ സിനിമാറ്റോഗ്രാഫി സനു താഹിർ, രോമാഞ്ചം, നായാട്ടൊക്കെ ചെയ്ത ആൾ സിനിമയ്ക്ക് ചേർന്ന രീതിയിൽ അത് സാധനം കൊടുത്തിട്ടുണ്ട്. ദീപു ജോസഫ് LJPയുടെ സ്ഥിരം എഡിറ്ററാണ്. എഡിറ്റിങ്ങും കുഴപ്പമില്ല. ടെക്നിക്കൽ സൈഡൊക്കെ ഓക്കെ ആയിരുന്നു. ആർട്ട് നിമേഷ് താനൂർ, കൊത്ത നെയ്മറൊക്കെ ചെയ്ത് ആർട്ടും ഓക്കെ. ആ സൈഡൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് കുറേ കഥാപാത്രങ്ങളെ ഒരു ആവശ്യമില്ലാതെ തിരികെ കയറ്റിയിട്ടുണ്ട്. അതായത് ഒരു നൂല് കിടക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഒരു ആവശ്യമില്ലാതെ കുറേ കെട്ട് കിടക്കും പോലെ ഏച്ച് കെട്ടി വെച്ചുന്ന കുറേ രംഗങ്ങളുണ്ട്. കുറേ രംഗങ്ങൾ അത് ഈ സിനിമയുടെ മെയിൻ സാധനം വെച്ച് അതില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോണില്ലടേ. ഇത് ചുമ്മാ ഇങ്ങനെ തിരികെ കയറ്റി വെച്ചത് തന്നെ കുറേ കണ്ട് വരുന്ന സമയത്ത് ഇത് നമുക്ക് മനസ്സിലായി, ഓക്കെ ഇത് സംഭവം നമുക്ക് കിട്ടി, ഇനി അടുത്തയിലോട്ട് എന്ന് നമ്മൾ ചിന്തിച്ച് പോകുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലെങ്ത് അല്പം കുറച്ച് കഴിഞ്ഞാൽ ഒരു 2-2.25 മണിക്കൂർ ഈ സിനിമ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ അനാവശ്യമായിട്ട് കൂട്ടിച്ചേർത്ത സീനുകൾ, കഥാപാത്രങ്ങൾ, ഒരു ഫൈറ്റ് സീന് അത് സിനിമയായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ ദിലീപിൻ്റെ ഫൈറ്റ് കാണിക്കണമെന്ന് വിചാരിച്ചു. എന്തിനാണ് അങ്ങനെ നിർബന്ധം? എന്താണ് ഒരു മെയിൻ ഫ്ലോയിൽ പിടിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ടോ, അതായത് ഇങ്ങനത്തെ സാധനങ്ങൾ വേണം, ഇത്രയൊക്കെ കൊടുക്കണമെന്നുള്ളതുകൊണ്ടോ? അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ടോം ആൻഡ് ജെറി കോമഡി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ തിരികെ കയറ്റി ചെയ്ത പോലെയാണ്. അവസാനത്തെ ട്വിസ്റ്റ് റിവീൽ ചെയ്ത് കഴിയുമ്പോൾ അവരെ കുറേ കാര്യങ്ങൾ പ്രേക്ഷകരെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി വെറുതെ കാണിച്ചാണ്. അല്ലെ കുറേ സ്ക്രിപ്റ്റിലെ കുറേ ലോജിക്ക് ഇല്ലായ്മ, ചില സിറ്റുവേഷൻസിൽ അത് ഇങ്ങനെ ആൾക്കാർ ബിഹേവ് ചെയ്യും, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. നമുക്കെല്ലാം മറ്റേ റിയലിസ്റ്റിക് സാധനം വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഓക്കെയാണ്. വലിയ നെഗറ്റീവായിട്ടൊന്നുമില്ല ഞാൻ പറയണത്. പിന്നെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് വിനീത് കുമാർ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. സ്വാതി കൊണ്ടെ, ജോണി ആൻ്റണി ഉണ്ട്, ധർമ്മജൻ ബോൾഗാട്ടിയുണ്ട്, റോസ്മി, ശ്രേയ രുക്മിണി, സോദി ജയകുമാർ, സ്പടികൻ ജോർജ്, ജിനു ബെൻ, അതായത് കുള്ളൻ്റെ ഭാര്യയല്ലേ ആ നായക. എന്തിനാണോ തോന്നുക അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ, അങ്ങനെ ഒരു ക്യാരക്ടർ ആർക്കും കൊടുക്കാത്ത കുറേ കഥാപാത്രങ്ങൾ സിനിമയുടെ ലെങ്ത് കൂട്ടാൻ വേണ്ടി മാത്രം ഇട്ടിക്കുന്നതായിട്ട് തോന്നി. ഓവറോൾ അതാണ് സംഭവം. വോയിസ് ഓഫ് സത്യനാഥനൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് അതിൽ കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. എനിക്ക് തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമയാണ്. പോയി കണ്ടു നോക്കുക. എന്തരാ വരട്ടെ.